സാലി സാർ എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ഗൂഗിൾ യു ആർ എ ഗ്രേറ്റ് ആക്ടർ എന്നൊക്കെ പറയണ്ടേത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി. ഒരു വയസ്സായ ഒരു അമ്മ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് മോനേന്ന് പറഞ്ഞിട്ട് അത് നീ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് അമ്മ ചെയ്ത്. പിന്നെ ഇങ്ങനെയൊക്കെ ഇത് മോനേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ കാര്യം ഇതിന്റെ ശബ്ദത്തിന്റെ ഒരു മാറ്റങ്ങളും ചെയ്യുന്ന ആ ഒരു സമയത്താണ്. മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഓരോ ദിവസവും ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസാ. വിശന്നിട്ട് ഇങ്ങനെ വയറൊക്കെ കത്തുന്ന സമയത്തൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷനൊക്കെ, ഒരു ദേഷ്യമൊക്കെ തോന്നുന്നത്. അതൊക്കെ സഹിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെയാണ്. പ്രൗഡ് ടു ബി യുവർ ഫാദർ, പ്രൗഡ് ടു ബി യുവർ മദർ, പ്രൗഡ് ടു ബി യുവർ ബ്രദർ. ആടുജീവിതത്തിലെ ഹക്കീം ഗോകുലാണ് നമുക്കൊപ്പം. ഹായ് ഗോകുൽ. ഹായ്. സിനിമയ്ക്ക് ശേഷം ഗോകുലാണ് താരം അല്ലേ? ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള പ്രൊമോഷൻ ഇൻ്റർവ്യൂസിലൊന്നും ഗോകുലിനെ അങ്ങനെ വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ സിനിമയ്ക്ക് ശേഷം എല്ലാവരും ഗോകുലിനെയാണ് ഫോളോ ചെയ്യുന്നത് കൂടുതൽ. ഇത് എവിടെ നിന്നാണ്, എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ. ഇപ്പം എന്താ ഈ ഒരു മൊമെൻറ്റിൽ തോന്നുന്നത്? സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഓഡിയൻസിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസുകളും ഭയങ്കരമായിട്ടുള്ള സ്നേഹം എല്ലാം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇതിൻ്റെ എൻ്റെ ഓരോ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളുടെ താഴത്ത് കമൻറ്റുകളായിട്ടും ഒക്കെ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസുകളാണ് ഓഡിയൻസിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള കുറേ പേരും വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ, അവരൊക്കെ മുമ്പേ ഈ സിനിമ എന്താ പറയുക ഇതാവുന്നതിന് മുന്നേ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അതൊക്കെ അന്ന് മുതലേ ഉള്ള ഒരു എന്താ പറയുക പ്രൗഡ് ഫീലിംഗ് ആണ്, ആ ഒരു സന്തോഷം. അതെ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതും അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് എന്നെ പോലുള്ള ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയാ ഒരു ഭാഗ്യമാണ്. ഒരു ഭാഗ്യമല്ലേ ഇതൊക്കെ? റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്നൊക്കെ പറയുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ശരിക്കും പറയാം. ഇപ്പൊ ഈ പണ്ടോട്ടേ അറിയുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് അറിയായിരുന്നല്ലോ, പക്ഷെ ഒരു പബ്ലിക്കിലേക്ക് അത്രയ്ക്ക് പോയിരുന്നില്ല അല്ലേ? അപ്പൊ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് ഒക്കെ കൂടി കാണുമല്ലോ. പിന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഹോണസ്റ്റ്ലി ഒരു 2500 അങ്ങനെ 2500 ഫോളോവേഴ്സ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായുള്ളൂ. ഇപ്പൊ 50K കഴിഞ്ഞിങ്ങനെ ആണല്ലേ? ഒരു മനസ്സിൽ തട്ടിയൊരു കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി. ഒരു വയസ്സായ ഒരു അമ്മ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് മോനേന്ന് പറഞ്ഞിട്ട് അത് ആ സിനിമയിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സീനിനെ പറ്റി പറഞ്ഞിട്ട് നീ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് അമ്മ ചെയ്ത്. അപ്പോൾ അത് എന്താ പറയുക, ആ അമ്മയ്ക്കൊക്കെ ഒരു മകനോട് കാണിച്ചൊരു വാത്സല്യം പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഇത് മോനേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ എന്നോട് പറഞ്ഞു. ഈ പുറത്തിറങ്ങുമ്പോഴേ ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ആരാധകർ വരികയും ആ പ്രശ്നം തുടങ്ങിയോ? പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് വരുന്ന സമയത്ത്, കാറിൽ വരുന്ന സമയത്ത് ഒരു സൈഡിൽ ഒരുത്ത വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാ. അതായത് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ പ്രശ്നങ്ങളല്ല എന്താ പറയാ, അല്ല മാറ്റം. ഇപ്പം ഗോകുല് 17 വയസ്സിലാണല്ലോ ജോയിൻ ചെയ്യുന്നത്, പക്ഷെ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുക. അപ്പൊ അതിലേക്കൊരു ഇന്നസെന്റ് ഫേസ് ഉള്ള ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് നാടകക്കളരിയിലേക്ക് വിളിച്ചിട്ട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ അതേ രൂപത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ അപ്പൊ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ടുകളൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കടന്നുപോയ സമയത്ത് ഗോകുലിന് ഏറ്റവും ടഫായി തോന്നി എന്തായിരുന്നു? ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ടുകളിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ കാര്യം ഇതിന്റെ ശബ്ദത്തിന്റെ ഒരു മാറ്റങ്ങളും ചെയ്യുന്ന ആ ഒരു സമയത്താണ്. ഡബിങ് അല്ല, സിംഗ് സൗണ്ടിന്റെ സമയത്തും ഡബിങ്ങിന്റെ സമയത്തും എല്ലാം. ആ സമയത്ത് സിംഗ് സൗണ്ടിന്റെ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കാറി വിളിച്ചും നമുക്കറിയില്ലല്ലോ, ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഞാൻ ഒരു ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട്, പഴയ സിനിമകളിലൊക്കെ ഒരു വെള്ളി വെട്ടിയ ശബ്ദമൊക്കെ നമ്മൾ കോമഡിക് ഇതായിട്ട് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ജഗതി ചേട്ടനൊക്കെ പണ്ട് ഒരു പോലീസായിട്ട് അഭിനയിച്ചൊരു സ്ഥലത്ത് ആളിങ്ങനെ സീരിയസ് ആയിട്ട് വരും, പെട്ടെന്ന് ഒരു വെള്ളി വെട്ടി ശബ്ദത്തിൽ വരുമ്പോൾ നമ്മൾ ചിരിച്ചു പോയിട്ടുണ്ട് കുറെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ശബ്ദം പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കാറ്റ് പോലെ വരുന്ന ഒരു സംഭവങ്ങളും വെള്ളി വെട്ടലൊക്കെ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നാച്ചുറലി എങ്ങനെയാണോ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തത് ആ ഒരു സമയത്തൊക്കെ. ഡബിങ്ങിന്റെ സമയത്താണ്, പാച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്ത് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അത് എക്സ്പെരിമെന്റ് എന്താണ് സക്സസ് ആവുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ബ്ലസ്സി സാർക്ക് അവിടെ എന്താ പറയാ
ഒരു കുലുക്കമില്ലാതിരുന്ന അത് ആൾക്ക് അതിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അത് ചെയ്ത സമയത്തൊക്കെ. അത് അങ്ങനെ ഒരു ഔട്ട്പുട്ട് കൊടുത്തപ്പോൾ ബ്ലസ്സി സാർ പറഞ്ഞു അത് മീറ്റർ കറക്റ്റാണ്, ആ മീറ്റർ തന്നെ മൊത്തത്തിൽ പിടിച്ചോ എന്നുള്ള രീതിയിൽ ബ്ലസ്സി സാർ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ബ്ലസ്സി സാറിൽക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കൊരു ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, ചലഞ്ചസ് എന്ന് പറയാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചലഞ്ചസ് തന്നെയായിരുന്നു കേട്ടോ. അതായത് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടാണെങ്കിലും മെന്റലി ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് എല്ലാം ചലഞ്ചസ് ആയിരുന്നു. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇറങ്ങിയല്ലോ, അതിലെ രൂപം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവും. ഇപ്പൊ വീട്ടിൽ അച്ഛനമ്മയൊക്കെ ഇത് കണ്ടിട്ടേ ഈ രൂപം മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഒരു അമ്മയുടെ മനസ്സും അച്ഛൻ്റെ മനസ്സൊക്കെ നമുക്ക് എഴുതി വായിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ സ്വന്തം മകൻ ഇങ്ങനെ മുന്നിൽ കിടന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെയൊക്കെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര വിഷമവും എന്താ പറയാ, ഇത്രയൊക്കെ പോരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറെ അവസരങ്ങളിൽ. ഇത്രയൊക്കെ പോരെ, ഇത്രയൊക്കെ മെലിഞ്ഞാൽ മതി, ഇപ്പൊ തന്നെ അടിപൊളിയാണല്ലോ, മെലിഞ്ഞിട്ടുള്ള കോലം മതി, ഈ ലുക്ക് മതി എന്നൊക്കെ തോന്നുമ്പോൾ വേണ്ട, എനിക്ക് ഇനി കുറച്ചും കൂടി പുഷ് ചെയ്യണം, എന്റെ ലിമിറ്റ് ഇത്ര ഒന്നും അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കി കാണുന്നത് ഈ ഒരു സിനിമയിൽ എൻ്റെ ലിമിറ്റ് എത്രയാന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നു ഈ സിനിമയിലൂടെ. ഒരു മനുഷ്യൻ്റെ ലിമിറ്റ്, അതായത് എൻ്റെ ലിമിറ്റ്, എൻ്റെ സ്വന്തം ലിമിറ്റ് എത്രത്തോളം എനിക്ക് പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, പോകാൻ പറ്റും എന്നുള്ളത്, അങ്ങനെ ഒരു എക്സ്ട്രീം ലെവൽ സാധനങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രീം ലെവലിൽ പോയ സമയത്ത് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. ഇനിയിപ്പം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും ഇങ്ങനെയുള്ള എന്ത് ഇപ്പോൾ പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരുമ്പോഴും ഇനിയും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതായത് കഥാപാത്രത്തിന് വേണ്ടിയിട്ട് വേണ്ട ലുക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത്ര എക്സ്ട്രീം പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിന്റെ മുകളിൽ എന്ത് ചെയ്യാനും നമുക്ക് ഈസി ആയിരിക്കുമല്ലോ. ഇപ്പൊ ഇതിനകത്തേക്ക് ആദ്യം വണ്ണം കൂട്ടിയിരുന്നല്ലോ അല്ലെ? ഇപ്പൊ നോർമൽ ഈ ഒരു ശരീരപ്രകൃതി തന്നെയാണ്, അതിൽ നിന്ന് വണ്ണം കൂട്ടിയിട്ടാണ് പിന്നെ കുറയ്ക്കുന്നത്. അപ്പോൾ ഈ നമുക്കൊരു ഇപ്പൊ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ മെന്റലി അഫക്റ്റഡ് ആവുമോ, അല്ലെ നമ്മുടെ മൂഡ് മാറും, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത സംഭവം എന്താ വെച്ചാൽ ഫോക്കസ് ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ നിൽക്കാൻ പറ്റില്ല. നമുക്കൊരു 10 സെക്കൻഡൊക്കെ ഒരു സ്ഥലത്ത് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഓരോ ദിവസവും ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസാ. ഒരാഴ്ചയിൽ 7 ദിവസം 7 മൂഡാണ്ടാവും. ആ ദിവസങ്ങളിൽ തന്നെ ഓരോ മണിക്കൂറുകളിലും ഓരോ മൂഡുകളാണ് നമ്മൾ ഫീൽ ചെയ്യുക. വിശന്നിട്ട് ഇങ്ങനെ വയറൊക്കെ കത്തുന്ന സമയത്തൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷനൊക്കെ, ഒരു ദേഷ്യമൊക്കെ തോന്നുന്നത്. അതൊക്കെ സഹിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെയാണ്. അവരാണല്ലോ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്കൊക്കെ അവരെ സഹിച്ചതിനൊക്കെ എന്താ പറയാ. അതെങ്ങനെ ഡീൽ ചെയ്ത്? അപ്പം വേറെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് തേടിയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഡീൽ ചെയ്യായിരുന്നോ? ഇപ്പോ അജിത്ത് ഏട്ടനുണ്ട്, രാജുവേട്ടൻ്റെ ട്രെയിനർ ഉണ്ട്, ആളോട് ചോദിച്ചിട്ടാണ് ചെറിയ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഡയറ്റൊക്കെ എടുത്തത്. പിന്നെ അമ്മയുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഡയറ്റീഷ്യന്മാരായിട്ടുള്ള അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചു. ഇതിപ്പോ കാലറീസ് കുറവുള്ള, അങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രം തിന്നാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ അവരൊക്കെ റോബസ്റ്റയുടെ കാര്യമൊക്കെ പറഞ്ഞത്. റോബസ്റ്റ കഴിച്ച് ഇതാക്കി ജ്യൂസ് അടിച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തേക്കുള്ള ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളെ കിട്ടുള്ളൂ. ബാക്കിയുള്ള ഇപ്പൊ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് 250 കാലറീസ് വേണം. ബ്രെയിൻ മാത്രം വർക്ക് ചെയ്യണമെങ്കിൽ, ബാക്കി ബോഡി അവിടെ മാറ്റി വെക്കട്ടെ, ബ്രെയിൻ മാത്രം വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ എന്താണ് എൻ്റെ കയ്യിൽ ഫിറ്റ്നസ് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അന്ന് എന്താ പറയുക 250 കാലറി 300 കാലറി ആ ഒരു റേഞ്ചിൽ കഴിക്കൂ. വൈകുന്നേരം വർക്കൗട്ടിനൊക്കെ പോകുമ്പോൾ അതിൽ കാണിക്കുമല്ലോ എത്ര കാലറി ബേൺ ചെയ്തു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കറക്റ്റ് എന്താ പറയുക ഒരു പ്രിസൈസ് ഞാൻ തന്നെ ഇങ്ങനെ നോക്കി ഒരു ആപ്പൊക്കെ ഉണ്ട്, ആപ്പിലൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും ഞാൻ കഴിച്ച സംഭവങ്ങൾ, അത്ര കാലറീസ് ഇത്ര ഗ്രാം ഇത്ര കഴിച്ചു, അങ്ങനെ കാലറീസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അങ്ങനൊരു പ്രോസസ്സാണ് അന്ന് ചെയ്തത്. ഈ ഡയറ്റിനെ കുറിച്ചും ഈ ഹെൽത്തി എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഇപ്പൊ കൃത്യമായി ധാരണ ഉണ്ടായി കാണും. പിന്നെ അത് ഇപ്പൊ പ്രോട്ടീൻസ്, കാർബ്സ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, ടേംസും വൈറ്റമിൻസും, അങ്ങനെ കുറെ ടേംസ് ഒക്കെ ഇതിനെ പറ്റി ഓരോ കാര്യത്തിനെ പറ്റിയിട്ട് ആവശ്യം വരുമ്പോഴാണ് എന്താണ് നീഡ്, ഒരു ഇൻവെൻഷന് ലീഡ് ചെയ്യുന്നത് അതിന്റെ നീഡാണല്ലോ. നീഡ് ഈസ് മദർ ഓഫ് ഇൻവെൻഷൻ. അതെ, അങ്ങനെയാണല്ലോ. അപ്പൊ അതന്നെ, അപ്പൊ ഒരു ആവശ്യം വന്നപ്പോഴാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചതും കാര്യങ്ങളൊക്കെ. ഈ 17 വയസ്സെന്ന് പറയുമ്പോഴേ ഇപ്പൊ നോർമലി പിള്ളേർക്ക് ഒത്തിരി, ഒരു സിനിമയിൽ തന്നെ പറയില്ലേ നല്ല വിശപ്പുള്ള പ്രായം, അത് നോർമലി അങ്ങനെയാണല്ലോ. അപ്പൊ ഒരുപാട് കളിച്ചും ഓടി ചാടി പിന്നെ ഒരുപാട് ഭക്ഷണം കഴിച്ചും ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്തൊക്കെ ജീവിക്കുന്ന ഒരു സമയത്താണല്ലോ ഇതിങ്ങനെ മാറുക എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് ഊഹിക്കാം എത്ര ചാലഞ്ചായിരുന്നു എന്നും അതിൽ കൂടെ കടന്നുപോയി അത് പിന്നെ വിജയിച്ചു എന്നുള്ളത്. ആ തിയേറ്ററിൽ ഇപ്പം ഓക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ സിനിമയായി കണ്ടത് എപ്പോഴാണ്? റിലീസിന് ശേഷമായിരുന്നോ അതിന് മുമ്പ് കണ്ടു? ഞാൻ ലാസ്റ്റ് ആ പാച്ച് വർക്ക്, ഡബിന്റെ പാച്ച് വർക്കിന്റെ സമയത്താണ് ഹോൾ മൂവി അന്ന് ഇട്ടുണ്ടായിരുന്നു.
ഞാനും രാജുവേട്ടനും ബ്ലസ്സി സാറ് റസൂൽ സാറൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ആ ഹോൾ മൂവി ഇട്ടുണ്ടായിരുന്നു ഡബിൻ്റെ സമയത്ത്, പാച്ച് വർക്കിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് തിയേറ്ററിൽ നിന്നാണ്. എന്നെ പ്രിവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രിവ്യൂനൊക്കെ കാണാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ അപ്പം നമ്മളെ ഉദയനാണ് താരം സിനിമയിൽ മറ്റേ സലീമേട്ടൻ ഇങ്ങനെ സീനിൽ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നത്, അഭിമാനത്തോടെ നോക്കുന്ന ഒരു മൊമെന്റ് ഇല്ലേ, കണ്ടു നിറയുന്ന ഒരു മൊമെന്റ് ഇല്ലേ. അപ്പൊ അതില് അങ്ങനെ കിട്ടട്ടെ എന്ന്, അങ്ങനെ ഇപ്പോൾ ഓഡിയൻസിന്റെ റിയാക്ഷൻ അവരുടെ കൂടെ കാണുമ്പോൾ അവരുടെ കൂടെ തന്നെ സഞ്ചരിച്ചിട്ട് ഈ സിനിമയിൽ തരുന്ന എല്ലാവിധ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ സഞ്ചരിച്ചിട്ട് അറിയാൻ വേണ്ടി കിട്ടണം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന നമ്മളും ആ ഒരു മൊമെന്റിൽ എത്തുമല്ലോ, നമ്മളാരും വികാരത്തിലെത്തുമല്ലോ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ. അപ്പൊ ബാക്കിയുള്ളവരുടെ കൂടെ ആ ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു. എന്നിട്ട് കണ്ണ് നിറഞ്ഞോ ആദ്യം കണ്ടപ്പോൾ? അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമുള്ള ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എന്താ പറയാ, കുറേ കാലത്തിന് ശേഷമുള്ള ഒരു റിലീഫായിരുന്നു ശരിക്കും. ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ആ സിനിമ കാണുന്ന സമയത്ത് ഇതിനു മുന്നേ നമ്മൾ ആ സമയത്ത് ജീവിച്ച ഓർമ്മകളൊക്കെ ഓർമ്മ വരുന്നതായിരിക്കും. ഷൂട്ടിംഗ് സമയത്ത് കുറേ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ആ സിനിമ അങ്ങ് ഹുക്ക് ചെയ്ത് ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കയറി പിടിച്ച് ഹുക്ക് ചെയ്ത് അങ്ങനെ ആ ഒരു വഴിക്ക് ഇങ്ങനെ ആ സിനിമയുടെ ജേണിയുടെ അപ്പുറം നജീബിക്കയുടെ മനസ്സിൽ കൂടെ അങ്ങനെ പോവുക ചെയ്ത്. സ്വന്തം പെർഫോമൻസ് അങ്ങനെ ഓവറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല? ഇല്ല, എൻ്റെ പെർഫോമൻസ് ഞാൻ വേറൊരാളെ പോലെ നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യില്ലേ, അങ്ങനെ ജഡ്ജ് ചെയ്യുന്നല്ല, ഞാനൊരു ഒഴുക്കിലിങ്ങനെ പോവുക. എൻ്റെ പെർഫോമൻസ് കാണുമ്പോഴും ഒക്കെ ഒഴുക്കിൽ കൂടെ പോകുമ്പോൾ എൻ്റെ സൈഡിലിരുന്ന താലിബ് സാറാണ് ഈ സിനിമയിൽ വില്ലനായിട്ട് അർബാബായിട്ട് ചെയ്തത്. അപ്പോൾ ആളാണ് എന്താണ് ഇതേപോലെ സൈഡിലിരുന്നിട്ട് ഓരോ സീനും എന്നെ തട്ടും, എന്ന് പറഞ്ഞിട്ട് അത് പറയൂ. ഇങ്ങനത്തെ ഈ ഒരു അവസാനത്തെ ഒരു പിവോട്ടൽ സീനൊക്കെ ചെയ്യുന്ന ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താലിബ് സാർ എന്നോട് നോട്ടം നോക്കിയിട്ട് ഗുഗുൾ യു ആർ എ ഗ്രേറ്റ് ആക്ടർ എന്നൊക്കെ പറയണ്ടത് ആളെപ്പോഴും പറയാറുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആള് തന്നൊരു തൊട്ടടുത്തിരുന്നിട്ട് ആളിങ്ങനെ ഫീഡ്ബാക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര സന്തോഷം. ബ്ലസ്സി സാർ ഇപ്പം ഗോകുൽ അഭിനയിക്കുമ്പം ഈ ഓക്കെ ആകുന്ന മൊമെന്റിലൊക്കെ ബ്ലസ്സി സാറിന് ഒരുപാട് ഇംപ്രസ് ആയ മൊമെന്റ്, അത് അങ്ങനെ ഓർമ്മയുണ്ടോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ആയ മൊമെന്റ് എന്ന് പറയുന്നത്, അത് എനിക്കിപ്പോ വെളിപ്പെടുത്താൻ പറ്റാത്തൊരു സ്പോയിലർ ആയതുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു. സാർ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ? സാറ് എന്താ പറയാ, ഞാൻ കണ്ടതിനേക്കാൾ അപ്പുറം ചെയ്തു വെച്ചു എന്നാണ് ആ ഒരു ഇത് കണ്ടപ്പോ, അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ സാർ അങ്ങനെയാ പറഞ്ഞു. അപ്പോൾ സാറ് കാണുന്നത് അതിന്റെ ഏറ്റവും ഭംഗിയുള്ള എന്തോ ഒരു വർഷനാണ് സാറ് കാണുന്നത്. എൻ്റെ ഒരു ഇതില് ബാക്കി എല്ലാ ആ ഓരോ ഫ്രെയിമുകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സാറ് കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസാണ് സാറിനെ മനസ്സിലുള്ളത്. അപ്പൊ സാറ് കണ്ടതിനേക്കാളും സാറന്നെ പറയുമ്പോ നമുക്കത് അതിനപ്പുറം എന്താ വേണ്ടേ. ഇപ്പൊ ഈ കോളേജ് സ്കൂൾ സമയത്തൊക്കെ ഈ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പൊ കോളേജ് സമയത്ത് മോണോ ആക്ടുകളായിട്ട് ചെയ്യാറുണ്ടായിരുന്നു, ഡാൻസ് ഒക്കെ പണ്ട് നാടോടി നൃത്തമൊക്കെ അങ്ങനെ, നാടകം, സ്കിറ്റ്, പിന്നെ നാടകം, സ്കിറ്റ് അങ്ങനെയൊക്കെ സജീവമായിരുന്നു. അപ്പൊ ഒരു ഇൻഹിബിഷൻസ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ, ഈസി ആയിരിക്കും. ഈസി, അതായത് ഇപ്പൊ നമ്മൾ തിയേറ്ററൊക്കെ ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ നമ്മൾ ആദ്യം നമ്മളെ നാണം മാനൊക്കെ പൊട്ടിക്കുന്ന കുറെ പരിപാടികൾ ചെയ്യല്ലോ, ഐസ് ബ്രേക്കിങ്. അതായത് ആദ്യമായിട്ട് തിയേറ്ററിൽ വരുന്ന ആൾക്കാർ, ഞാൻ ആ ഒരു സമയത്ത് നഗ്നനായ തമ്പുരാൻ എന്നുള്ള നോവലാണ് ചെയ്തത്, എം മുകുന്ദനെ എഴുതിയ. അപ്പൊ ഒബ്വിയസ്ലി അതിൽ നഗ്നനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അതായത് സംസ്ഥാന കലോത്സവത്തിൽ ആ തട്ടയിൽ കയറിയുന്ന ചെറിയൊരു കോണൊക്കെ ഒരു ബേർ ആസൊക്കെ ആയിട്ട് കാണിച്ച്, ബേർ ആസൊക്കെ കാണിച്ചിട്ട്, അപ്പൊ അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു പൊട്ടല്, ഇത് നമ്മളെ ഉള്ളിലുള്ള കുറെ ഇൻഹിബിഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് തിയേറ്ററിന്റെ ഒരു പിൻബലം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് തരുന്നൊരു ധൈര്യം വലുതായിരിക്കും, പല ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ഒരു ഇൻഹിബിഷൻസ് ഒക്കെ മാറാനും. ഇപ്പോൾ തിയേറ്ററിൽ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യില്ലേ, ഇത് ക്യാരക്ടർ ഫോർമേഷനൊക്കെ പറ്റിയിട്ട് തിയേറ്ററിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. ഒരു ഇപ്പോൾ ഗോകുൽ എന്ന വ്യക്തി ഇപ്പോൾ 24 വയസ്സ് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേയധികം അനുഭവങ്ങളും കാര്യങ്ങളും. നമ്മൾ ജനിക്കുമ്പോൾ ഒരു ലെയറും ഇല്ലാതെയാണല്ലോ ജനിക്കുക. ഇപ്പം ഓരോ ലെയറുകളായിട്ട് നമ്മളെ ഉള്ളിൽ കൂടിയിട്ടാണ് ഇന്ന് 24 വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ ഗോകുൽ ഉണ്ടായത്.
അപ്പോൾ അതേപോലത്തെ ഒരു കഥാപാത്രത്തിനും അവൻ്റെതായിട്ടുള്ള കുറേ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് അങ്ങനെയാണ് അവനാക്കുന്നത്. ഇപ്പോൾ ഹക്കീമിനെ അങ്ങനെ ആക്കുന്നത് അവനായിട്ടുള്ള കുറേ അനുഭവങ്ങളെ പറ്റിയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അവനൊക്കെ ആക്കിയ അനുഭവങ്ങൾ എന്താണെന്ന് അറിയാന്നുള്ള രീതിയിൽ നമ്മൾ ഇമാജിനേഷൻ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഹക്കീം എന്നുള്ള കഥാപാത്രം ഗോകുലിന് എത്ര നോണായിരുന്നു, എത്ര പരിചയം ഉണ്ടായിരുന്നു? ഹക്കീം എന്ന കഥാപാത്രം എന്നെ പോലെ തന്നെയുള്ള ഒരു കഥാപാത്രം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. എൻ്റെ ഒരു ഇമാജിനേഷനിൽ ഞങ്ങൾ സിനിഫൈൽസ് ആണ്. ഹക്കീം 90കളിലെ സിനിമകൾ കണ്ടിട്ട് മമ്മൂക്കയിൽ ലാലേട്ടനെയൊക്കെ ആരാധിച്ച ഒരാളാണ് ഹക്കീം. അവൻ പോയത് 93 ആ കാലഘട്ടത്തിലാണല്ലോ, 92 കാലഘട്ടത്തിൽ. അപ്പം അതിന് മുന്നേ ഉള്ള സിനിമകളൊക്കെ ഞാനന്ന് നോക്കി. അവൻ കേട്ട പാട്ടുകൾ ഏതായിരിക്കും, അവൻ കണ്ട സിനിമകൾ ഏതായിരിക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്നെ തന്നെ ഞാൻ ആദ്യം നോക്കിയത് നമ്മുടെ ഇടയിലുള്ള സിമിലാരിറ്റീസിനെ പറ്റിയിട്ടാണ്. ഞങ്ങൾ പോയത് ഒരേ ഏജിലാണ്. ഞാനും ഗൂഗിളും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറിയിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലൈ ചെയ്യുന്ന അപ്പോഴാണ് ആദ്യമായിട്ട് പറക്കുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടല്ലോ. അത് എല്ലാവർക്കും ആദ്യമായിട്ട് പറഞ്ഞവർക്ക് അറിയാം. ഇത് ടേക്ക് ഓഫ് ഒക്കെ ചെയ്യുമ്പോഴുള്ള ഓരോ അനുഭവങ്ങളും എയർപോർട്ടൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ ഉള്ള പ്രോസസ്സും പരിപാടിയുള്ള പ്രൊസീജിയേഴ്സും ഒക്കെ. അതായത് എൻ്റെ പാസ്പോർട്ടിൽ താടിയും മുടിയൊക്കെ ഉള്ള ഒരു പിക്ചറാണുള്ളത് പാസ്പോർട്ടിലുള്ളത്. അന്ന് അവിടെ ജോർഡനിൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ ലുക്സ് എന്ന് പറയുകയാണെങ്കിൽ ക്യാരക്ടർ ലുക്കാ ആ സമയത്ത്. അപ്പൊ ഇവരിങ്ങനെ നോക്കിയിട്ട് ആ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇത് നോക്കിയിട്ട് കൺഫ്യൂഷൻ ഇത് വേണം തന്നെയാണെന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ അനുഭവങ്ങൾ എന്താ പറയാ ഞങ്ങൾ തമ്മിൽ കോമൺ ആയിട്ട് കുറെ അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഹക്കീം എന്ന കഥാപാത്രം ഇപ്പോൾ നല്ല അനുഭവങ്ങളാണല്ലോ, നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും എല്ലാ അനുഭവങ്ങളും എക്സ്പീരിയൻസസ് ആണ് ഒരു മനുഷ്യനെയും വലുതാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന, ഒരു നടനെ ഒരു നല്ലൊരു നടനാക്കാനും വെക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ അച്ഛനും അമ്മയും സിനിമ കണ്ടില്ലേ, എന്താ പറഞ്ഞവര്? പ്രൗഡ് ടു ബി യുവർ ഫാദർ, പ്രൗഡ് ടു ബി യുവർ മദർ, പ്രൗഡ് ടു ബി യുവർ ബ്രദർ. ഇതാണ് ഏട്ടനുണ്ട്, ഏട്ടന് ചേച്ചിയുണ്ട്. ചേച്ചി എന്ന് പറഞ്ഞാല് ഏട്ടന്റെ വൈഫ്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ സിനിമ അച്ഛന് കാലിന് ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ പാലിയേറ്റീവ് കെയർക്കാരൊക്കെ വന്ന് നാട്ടുകാരൊക്കെ വന്ന് പൊക്കിക്കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി റിക്ലൈനിങ് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് എന്താ പറയാ ഒരു ശബ്ദമൊക്കെ ഇറക്കിയിട്ട് അമ്മയും അച്ഛനൊക്കെ വിളിച്ചത്. കാരണം അവർക്കറിയാം ഇത് എത്ര കാലമായിട്ട്, അതെ എനിക്ക് ഈ ഒരു സിനിമ എത്രയാ മീൻ ചെയ്യുന്നതെന്ന് അവർക്ക് അത്രയും നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ ഒരു കഴിഞ്ഞിട്ട് ഒരിത് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ അവർക്ക് കിട്ടിയൊരു ഫീലിംഗ് ഉണ്ട്. എൻ്റെ മകനാണ് ഇപ്പോൾ ഇനി ഭാവിയിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയായിട്ടൊക്കെ അറിയപ്പെടും എന്നൊക്കെയാണ് ഒരു എൻ്റെ മിസ്സൊക്കെ ഉണ്ട്, മീരാ മിസ്സൊക്കെ ഉണ്ട്, ഇത് കോളേജിലെ മിസ്സൊക്കെ ഉണ്ട്. മിസ്സൊക്കെ നാള് ഇനി നിന്റെ പേരിൽ അറിയപ്പെടാനായിരിക്കും ഞങ്ങളെയൊക്കെ സന്തോഷം എന്നുള്ള ആ ഒരു രീതിയിലേ ഞങ്ങൾക്ക് മിസ്സൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ ആടെ വനിതയിലുണ്ടായിരുന്നു. അതായത് നാട്ടിലെ കോഴിക്കോട് നിന്ന് ഒരു 6 ഫ്രണ്ട്സ് വന്നിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, കുറേ സർക്കിൾ ഉണ്ട്. അതിൽ എൻ്റെ ചൈൽഡ്ഹുഡ് ബഡീസ് ഒക്കെ അത്രയും ക്ലോസ് ആയിട്ടുള്ള 6 പേര് വനിതയിലേക്ക് വന്നു. അവർക്ക് ബുക്കൊക്കെ ചെയ്ത് കൊടുത്തു, താഴത്തേക്ക് ഉള്ള സീറ്റൊക്കെ ഒപ്പിച്ചു കൊടുത്ത് അവർ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവർ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്ന സംഭവമൊക്കെ നീ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എല്ലാം നമ്മൾ കണ്ടിട്ടുമുണ്ട്, പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങളും വിചാരിച്ചില്ല എന്നാ പറഞ്ഞത്. ഇപ്പം അച്ഛൻ ജോത്സനാണല്ലോ, അപ്പൊ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു കാലം ഉണ്ടാവും എന്നൊക്കെ, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പൊ അന്ന് കോളേജിലൊക്കെ ചെയ്യുന്നതിന് മുന്നേ അച്ഛൻ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. കലാപരമായിട്ടുള്ള കഴിവുണ്ട്, ജാതകം നോക്കിയിട്ട് കലാപരമായിട്ടുള്ള ശുക്രദശയാണ്, കലാപരമായിട്ടുള്ള നല്ല ഉയർച്ചകൾ ഉണ്ടാവും, പക്ഷെ പഠിത്തത്തിൽ സീനാവും എന്നൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് കോളേജിൽ കയറുന്നതിന് മുന്നേ പറഞ്ഞിട്ട് അച്ഛൻ പഠിക്കാൻ പോകണ്ടായിരുന്നല്ലേ. അതേ സമയം പറയും ചെയ്തിട്ടുണ്ട്, പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം, നമുക്കൊരു ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ള രീതിയിൽ വീട്ടിലെപ്പോഴും പറയാറുണ്ട്. പക്ഷെ എന്താ പറയാ നടക്കുന്നില്ല. അത് പ്ലാനില്ല, വിട്ടോന്ന് വെച്ചാല് എങ്ങനെ ശരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇപ്പോൾ ഒരു ഡിഗ്രി എന്നുള്ളതിനുപരി നമുക്ക് അറിവുകൾ ഉണ്ടാവുക എന്നുള്ള അങ്ങനെ ഒരു സംഭവം. വിദ്യാഭ്യാസത്തിന് ക്വാളിഫിക്കേഷൻ എന്നുള്ളതിനുപരി സ്കില്ലോ ഒരു സ്കില്ലുകൾ പഠിക്കുക, അറിവുകൾ പഠിക്കുക എന്നുള്ള രീതിയിൽ, അല്ലാണ്ട് ഒരു ജസ്റ്റ് സർട്ടിഫിക്കറ്റിനുള്ളതല്ലാതെ നല്ല കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള. ഈ ഇതിന് ശേഷം മറ്റു ഓഫേഴ്സ് നിരവധി വരുന്നുണ്ടാവുമല്ലോ അല്ലെ, ഏതെങ്കിലുമൊക്കെ കമ്മിറ്റ് ചെയ്തില്ല? ഒന്നും ഇല്ല, അങ്ങനെ ഒന്നും നിൽക്കാം, എല്ലാം കേട്ട് വിശദമായിട്ടൊക്കെ കേട്ട് ഇപ്പോ ബ്ലസ്സി സാറോടൊക്കെ ചോദിച്ചിട്ടും എല്ലാം അല്ലേ, അങ്ങനെയല്ല എന്റെ അല്ലേ തുടക്കം കുറിച്ച് തന്ന ആളാണ്. അതിലുപരി ബ്ലസ്സി സാറോടുള്ളൊരു പേഴ്സണൽ ബന്ധവും ഫാദർലി അഫെക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ബ്ലസ്സി സാറോടൊക്കെ ചോദിച്ചിട്ട് ഒക്കെ
പതുക്കെ തീരുമാനിക്കുക എന്നുള്ള. ഓക്കെ. ഇപ്പം മറ്റ് ലാംഗ്വേജസ് എന്നൊക്കെ ഇപ്പൊ തമിഴിലൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ ഈ സിനിമയെ കുറിച്ച്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? തിയേറ്റർ റെസ്പോൺസ് ഒക്കെ എന്നും എങ്ങനെയാ വരുന്നതെന്നൊക്കെ നോക്കുന്നുണ്ടാവും. ഞാനിപ്പോ ഇന്നലെ ഒരു യൂട്യൂബിലൊരു വീഡിയോന് കമന്റ് കണ്ട്. അത് രാജുവേട്ടൻ്റെയും ഗോകുലിൻ്റെയും, ഞാനൊരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്, രാജുവേട്ടൻ്റെയും ഗോകുലിൻ്റെയും അഭിനയം കണ്ടു. ഞങ്ങൾക്ക് കമൽ സാറിനെ പോലെയാണ് തോന്നുന്നത്, കമൽഹാസൻ സാറിനെ പോലെയാണ് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങള് നല്ല നല്ല നടന്മാരൊക്കെ ഞങ്ങൾ കമൽഹാസൻ സാറിന്റെ കൂടെയാണ് ഞങ്ങൾ നിർത്താറുള്ളത്. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇട്ട് കണ്ടു. അപ്പോ അതൊക്കെ എന്താ പറയുക, ആരായിട്ടാ ഉപമിക്കുന്നതെന്ന് ആലോചിക്കണം. അതും അത്രയൊന്നും ഞാൻ എത്തിയിട്ടില്ല. അത് അങ്ങനെ കോംപ്ലിമെന്റ് കിട്ടാന്ന് പറയുന്നത് അത്ര ടച്ച് ചെയ്തിട്ടാണല്ലോ. അതെ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ ഉപമിക്കുന്നത് കാണുമ്പോൾ. അതൊന്നും ആളായിട്ടില്ല ഞാനിപ്പോൾ, ഇപ്പോഴും എത്തിയിട്ടൊന്നുമില്ല. കമൽ ഹാസൻ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് തലവറേന്ന് പറഞ്ഞ. ഇപ്പം പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു സ്റ്റാർ ഉണ്ട് ഗോകുലിന്റെ കൂടെ. അപ്പൊ എന്തുകൊണ്ടും അതിനൊപ്പം ഇപ്പൊ ഗോകുൽ സ്റ്റാർട്ട് ചെയ്യുന്നോണ്ട് അതിനൊപ്പം എത്തുക, നന്നായി ചെയ്യുക എന്നുള്ളതൊരു മനസ്സിൽ അങ്ങനെ ഒരു പേടിയായി നിന്നിരുന്നോ ചെയ്യുമ്പോ? ഇല്ലല്ലോ, ഇല്ല. എന്നെ ഏറ്റവും കൂടുതൽ കംഫോർട്ടബിൾ ആക്കുക ചെയ്ത് ആസ് എ കോ ആർട്ടിസ്റ്റ്, ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ കംഫോർട്ടബിൾ ആക്കുകയാണ് രാജുവേട്ടൻ ചെയ്തത്. പെർഫോമൻസിലേക്ക് വരുമ്പോഴും അതെ, ആളുടെ നമ്മളിപ്പോ ഒരു സീനൊക്കെ ചെയ്യുന്ന സമയത്ത് ആള് എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ നാച്ചുറലി നമ്മളങ്ങനെ ഓർഗാനിക് ആയിട്ട് കുറെ കാര്യങ്ങൾ സംഭവിക്കില്ലേ. നമ്മളൊരു ആക്ടിങ്, നമ്മളും ആരും മെന്റൽ പ്രോസസ്സൊക്കെ പിടിച്ചിട്ട് നമ്മൾ ആ ഷോട്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ ആളെങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കിപ്പോൾ അതിൽ രാജുവേട്ടൻ ചെയ്യുന്ന പോലെയല്ല, ഇത് രാജുവേട്ടനായിട്ടല്ല ഞാൻ അവിടെ കാണുന്നത്, നജീബിക്ക എന്നുള്ള കഥാപാത്രത്തെ ആയിരിക്കല്ലോ ഞാൻ കാണുക ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെന്റൽ പ്രോസസ്സും അവിടെ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്തു നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു പ്രോസസ്സാണ് അവിടെ നടന്നത്. അപ്പോൾ അങ്ങനെ കൺസേൺസ് ഒന്നും ഇല്ലായിരുന്നു. ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, രാജുവേട്ടൻ പ്രൂവ് ചെയ്ത ആക്ടറാണ്. ഇനിയൊന്നും പ്രൂവ് ചെയ്യാൻ ആവശ്യമില്ലാത്ത ആളാണ്. ആളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും. ഇതുവരെയുള്ള ഒരു ബെഞ്ച് മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ഇപ്പോൾ രാജുവേട്ടൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഗോട്ട് എന്നൊക്കെ പറയാനുള്ള രീതിയിൽ ഉള്ളൊരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള രീതിയിൽ പറയാനുള്ള രീതിയിൽ ഒരു ബെഞ്ച് മാർക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാജുവേട്ടൻ്റെ കൂടെ തന്നെ എല്ലാവരും രാജുവേട്ടൻ്റെ പോലെ തന്നെ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതന്നെ ഇത് രാജുവേട്ടൻ അവിടെ ഗോട്ട് ലെവൽ പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഉണ്ട് ഗോകുലും എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുക സന്തോഷം, അത്രേ ഉള്ളൂ. ആ ഹാലുസിനേറ്റ് ചെയ്യുന്ന ആ മൊമെന്റ്സ് ഒക്കെ ഭയങ്കര കൺവിൻസിങ് ആയി ചെയ്തു, നല്ല രസമായി ചെയ്തു. അത് അവിടെ നിന്ന് പിന്നെ ഇബ്രാഹിം ഖാദിരായിട്ട് വഴക്കണം ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നന്നായി ചെയ്തു. അപ്പൊ ഇനി നല്ല കഥാപാത്രങ്ങൾ വരട്ടെ, നല്ല നടനായി മാറട്ടെ ആഗ്രഹിക്കുന്ന പോലെ. കുറേ സിനിമകൾ ചെയ്ത് അതിനുശേഷം നമുക്ക് വീണ്ടും കാണാൻ പറ്റും. താങ്ക് യു.